السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله اوصيكم وإياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. 39-ാമത്തെ അധ്യായം സൂറത്തു സുമർ, അതിന്റെ 32 ആയത്ത് മുതൽക്കാണ് ഇൻഷാ അല്ലാഹ് നമുക്കിനി പഠിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 32-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين والذي جاء بالصدق وصدق به أولئك هم المتقون والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم لهم ما يشاءون عند ربهم ذلك جزاء المحسنين ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي عملوا ويجزيهم ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون
ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. ما شاء الله بارك الله فيكم جميعا. الله قبول ചെയ്യുമാറാകട്ടെ. فمن أظلم ممن كذب على الله وكذب. ആദ്യത്തേത് കذബല്ല, രണ്ടാമത്തേത് وكذب بالصدق إذ جاء أليس في جهنم مثوى للمتكبرين. فمن അപ്പോൾ ആര്, അപ്പോൾ ആര്, അദ്ലമ അല്ലെങ്കിൽ അദ്ലമു കൂടുതൽ അക്രമി, കൂടുതൽ ദുൽമ കാണിക്കുന്നവനാര്, മിമ്മൻ ഒരുത്തനേക്കാൾ കൂടുതൽ അക്രമിയാര്, കദബ അവൻ കളവ് പറഞ്ഞു, അലല്ലാഹ് ആരെക്കുറിച്ചാണ് കളവ് പറഞ്ഞത്? അള്ളാഹിനെ കുറിച്ചാണ് കളവ് പറഞ്ഞത്. കളവിൽ ഏറ്റവും ഗൗരവമേറിയത് അള്ളാഹിനെ കുറിച്ചുള്ള കളവാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പുത്രനുണ്ട്, അള്ളാഹ്ക്ക് പങ്കാളികളുണ്ട്, ശരീക്കുണ്ട്, നിദ്ദുണ്ട് എന്നൊക്കെ സ്ഥാപിക്കുക, അത് കളവ്. അങ്ങനെ പറയാം, അള്ളാഹ്ക്ക് പുത്രനുണ്ടെന്ന് പറയൽ ഏറ്റവും വലിയ കളവാണ്. വകദ്ദബ നിഷേധിക്കുകയും ചെയ്തു, കളവാക്കുകയും ചെയ്തു, ബിസ്സുദ്ഖി സുദ്ഖിന് സത്യത്തെ അവന് കളവാക്കുകയും ചെയ്തു. എന്തു വന്നപ്പോൾ? ഇദ് ജാഅഹു അവന് അത് സത്യം വന്നെത്തിയപ്പോൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാല് അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുകയും തനിക്ക് ഹക്ക് വന്നെത്തിയപ്പോൾ അത് നിഷേധിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആയി വേറെ ആരുണ്ടെന്നാണ്. ഇവിടെ അള്ളാഹിനെ കുറിച്ച് കളവ് പറഞ്ഞു എന്നതും രണ്ടാമത്തെ ഒരു വിഷയം ഹക്ക് വന്നെത്തിയപ്പോൾ അതിനെ നിഷേധിക്കുകയും ചെയ്തു എന്നതാണ്. രണ്ട് കാര്യമാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്തുള്ളത്. ഇവിടെ അള്ളാഹിനെ കുറിച്ച് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വലാ അഹദ അദ്ലമു മിമ്മൻ നസബ ഇലല്ലാഹി മാ ലാ യലീഖു ബിഹി മിനശ്ശരീക വസ്സൗജതി വൽവലദ് വലാ അഹദ അദ്ലമു മിമ്മൻ കദ്ദബ ബിൽവഹ്യി അല്ലദീ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ രണ്ട് ആശയത്തെയും വ്യക്തമാക്കുന്ന തഫ്സീർ. അതായത് ഒരു പങ്കാളിയോ ഇണയോ സന്താനമോ പോലെ അള്ളാഹ്ക്ക് എന്തില്ല? മത്തഖദ സ്വാഹിബതൻ വലാ വലദ. അള്ളാഹ്ക്ക് എന്തില്ല? കൂട്ടുകാരില്ല, അതുപോലെ മക്കളില്ല. അതാണ് ലം യലിദ് വലം യൂലദ്. അല്ലെ, ഒരുപാട് ആയത്തുകൾ ഏറെക്കുറെ നമ്മൾ പരിശോധിച്ചാൽ ഒരു 9-ലധികം ആയത്തുകൾ ഇതിനെ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ചധികം ഉണ്ട്, ഇരിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഈ ആയത്തിനെ വിരിച്ചിട്ട് മുഫസ്സിറുകൾ പറയുന്നത്, പങ്കാളിയോ ഇണയോ സന്താനമോ പോലെ അള്ളാഹുവിന് അനുയോജ്യമല്ലാത്തവ അവനുണ്ടെന്ന് കള്ളം പറയുകയും. അപ്പൊ അള്ളാഹ്ക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണെന്ത്? അള്ളാഹ്ക്ക് ഇണയുണ്ട്, സന്താനുണ്ട് എന്ന് പറയാം. പക്ഷെ ഇവരത് പറഞ്ഞു. മാത്രമല്ല വലാ അഹദ അദ്ലമു മിമ്മൻ കദ്ദബ ബിൽ വഹ്യി അല്ലദീ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അള്ളാഹുവിൽ നിന്നുള്ള വഹീനെ, ഏതാ വഹീ? യഅനി അൽ ഖുർആൻ. തഖ് എന്ന് പറഞ്ഞാൽ വകദ്ദബ അവര് കളവാക്കുകയും ചെയ്തു, ബിസ്സുദ്ഖി എന്ന് പറഞ്ഞാൽ എന്തിനാണത്? യഅനി നിങ്ങളെ കയ്യിലുള്ള സാധനത്തിന്റെ പേരെന്താ? പറഞ്ഞോളി. ഖുർആനിന്, വഹീനെ, അല്ലെ? നിങ്ങളുടെ കയ്യിലുള്ളതിനാണ്. അതാണ് ഇവിടുത്തെ തഫ്സീർ. ബിസ്സുദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തെ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ കയ്യിലുള്ളത് എന്താ? ഖുർആനിനെ നിഷേധിച്ചു എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നു, നബിക്ക് ഇറക്കി കൊടുത്തുള്ള വഹയായി, അല്ലെ? അവസാനത്തെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, മുഹൈമിനായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ അവർ കളവാക്കി, സത്യത്തെ അവര് കളവാക്കുക എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അത് കൊണ്ടുവന്ന റസൂലിനെയും അവരെ കളവാക്കി. അവനെക്കാളും വലിയ അക്രമി വേറെ ആരാളുള്ളത്? അപ്പൊ ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞാൽ ഹക്കിനെ നിഷേധിക്കുന്നവനാണ്. എന്താണ് ഹക്ക്? എന്താ ഹക്ക്? അള്ളാഹുവിന്റെ വഹീനെ നിഷേധിക്കലാണ് ഹക്ക്. അതാണ് ഹക്ക്. ആ വഹീനെ നിഷേധിക്കുക.
അതാണ് ഏറ്റവും വലിയ അക്രമം. അവനേക്കാൾ വേറൊരു അക്രമം ഇല്ല എന്നാണ്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞു അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ. അലൈസ എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ നമ്മൾ പറയാം ഇല്ലയോ എന്നാണ്. അലൈസ ഇല്ലയോ, ഫീ ജഹന്നമ നരകത്തിൽ ഇല്ലയോ എന്നാണ്. അങ്ങനെ പറഞ്ഞെന്താ? നരകത്തിൽ ഇല്ലയോ എന്ന് വെച്ചാൽ നരകത്തുണ്ട് എന്നാണ്. ഇല്ലയോ എന്ന് വെച്ചാൽ നരകത്തിലുണ്ട്, അവന് നരകത്തിലാണ് സ്ഥാനം എന്നാണ് പറയാൻ പോകുന്നത്. മസ്വൻ പാർപ്പിടം, താമസിക്കാനുള്ള സ്ഥലം, ലിൽ കാഫിരീൻ കാഫിറുകൾക്ക്. അതായത് നരകത്തിൽ സത്യനിഷേധികൾക്ക് കാഫിറുകൾക്ക് പാർപ്പിടമില്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ? സംശയം പറയല്ല, പിന്നെ ഉണ്ട് എന്ന് പറയാണ്, സ്ഥാപിക്കാണ്. കാഫിറുകളുടെ സ്ഥലത കാഫിരീൻ, അതാണ് ഇതിന്റെ തഫ്സീർ. എന്താണ് ലിൽ കാഫിരീൻ? നമ്മളിതിന് സാധാരണ അവലംബിക്കുന്നത് ഇമാം ഇബ്നു കസീർ, അതുപോലെ ഇമാം ബഗവി, ഇമാം ഇബ്നു ജൗസി, അതുപോലെ ഇമാം ആവർദി, അതുപോലെ ഇമാം ഷൻഖീത്തി, ഷെയ്ഖ് ഇമാം ഷൻഖീത്തിയുടെ ലവാഉൽ ബയാൻ, അതുപോലെ ഇമാം സഅദിയുടെ തഫ്സീർ, പിന്നെ ഏറ്റവും ചെറിയ തഫ്സീറായ മുഖ്തസർ തഫ്സീർ. ഇങ്ങനെയുള്ള തഫ്സീറുകൾ അവലംബിച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ തഫ്സീറുകൾ അസെടുക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടായിരിക്കാം തഫ്സീറുണ്ട്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ തഫ്സീർ ഇമാം മുഖ്തസർ തഫ്സീർ, നമ്മൾ ചെറിയതായിട്ട് ആദ്യമായിട്ട് പഠിക്കണ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആദ്യ തഫ്സീറാണ്. പിന്നെ തഫ്സീർ മുയസ്സറാണ്. അതുപോലെ പിന്നെ നമ്മൾ പഠിക്കും ഇമാം സഅദിയുടെ തഫ്സീറാണ്. അങ്ങനെ മേലേക്ക് വരും. പിന്നെ നമ്മൾ ഇമാം ബഗവി പഠിക്കും, ഇമാം ഖുർത്തുബി പഠിക്കും, ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്വീകരിക്കൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മുഖ്തസർ തഫ്സീറിലെ വരികൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ എന്ന് പറഞ്ഞാൽ കാഫിറുകൾക്ക് നരകത്തിൽ പാർപ്പിടല്ലേ? നരകത്തിലാണ് അവരുടെ പാർപ്പിടം, അവർ താമസിക്കാനുള്ള നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അലൈസ ഫിന്നാരി മഅ്വാ വമസ്കനുൽ ലിൽ കാഫിരീന ബില്ലാഹ് വബിഹി ജാഅ ബിഹി റസൂലു. അള്ളാഹുവിനെയും അവന്റെ റസൂൽ കൊണ്ടുവന്നതിനെയും നിഷേധിച്ചവർക്ക് നരകത്തിലല്ലേ പാർപ്പിടമുള്ളത്? അള്ളാനെ നിഷേധിക്ക, അള്ളാന്റെ റസൂല് കൊണ്ടുവന്നതിനെ നിഷേധിക്ക, ഖുർആനെ നിഷേധിക്ക, അവർക്ക് എവിടെ സ്ഥലമുള്ളത്? അവർക്ക് നരകത്തിലാണ് സ്ഥലമുള്ളത്. ബലാ, അതെ. ഇന്ന ലഹും ലമഅവൻ വമസ്കനൻ ഫീഹാ, തീർച്ചയായിട്ടും അവർക്ക് അവിടെ എന്തുണ്ട്? സങ്കേതമുണ്ട്, പാർപ്പിടമുണ്ട്. അതായത് വീടും സ്ഥിരതാമസവും ഉണ്ട് എന്നർത്ഥം. എന്നെന്നും അവരെവിടെയാണ്? പറഞ്ഞോളൂ, എന്നെന്നും എവിടെയാണ്? നിങ്ങളെന്താ മിണ്ടാത്തത്? നരകത്തിലാണ്. അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹിന്റെ കിതാബിനെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് സ്ഥിരതാമസം എവിടെയാ? നരകത്തിലാണെന്നാണ്. ഇതാണ് ഈ ആയത്തിന്റെ മാന. വല്ലാഹു അഅലം. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല തൊട്ട ആയത്തിലൂടെ പറയാണ്. ഇനി എന്താ ഇതിന്റെ തൊട്ട് താഴെ? വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. എന്ത് രസാണ് ഖുർആന്റെ ശൈലി! ഓതുമ്പോഴുള്ള ശൈലി മാത്രമല്ല ഞാൻ പറഞ്ഞത്, പ്രയോഗങ്ങൾ. ആദ്യം വിശുദ്ധ ഖുർആനിനെ നിഷേധിച്ചവരെ കുറിച്ച് പറഞ്ഞു. ഇനിയോ ഖുർആനിനെ സ്ഥിരീകരിക്കുന്നവരെ കുറിച്ച് പറയാൻ പോകണം. അതാണ് ഖുർആന്റെ ശൈലിയാണ്. സ്വർഗം പറഞ്ഞാൽ ചിലപ്പോൾ നരകം പറയും, നരകം പറഞ്ഞാൽ സ്വർഗം പറയും, ദുനിയാവ് പറഞ്ഞാൽ ആഖിറം പറയും, സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞാൽ സത്യനിഷേധികളെ കുറിച്ച് പറയും, സ്വർഗത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ നരകത്തിലുള്ളവരെ കുറിച്ച് പറയും, അല്ലെ? പ്രയാസത്തെ കുറിച്ച് പറയുമ്പോൾ എളുപ്പത്തെ കുറിച്ച് പറയും, എളുപ്പത്തെ കുറിച്ച് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളത് പറയും. ഇങ്ങനെ ഒരു മനുഷ്യന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഒരിക്കലും മറന്നുപോകാത്ത രീതിയിൽ അങ്ങനെ അതിങ്ങനെ ഒരു പ്രത്യേക താളത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തുകളൊക്കെ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ സത്യനിഷേധികളെ കുറിച്ച് പറഞ്ഞു, നരകത്തിന്റെ അഹ്ലുകാരെ കുറിച്ച്. ഇനി നേരെ ഓപ്പോസിറ്റ് സ്വർഗത്തിന്റെ അഹ്ലുകാരെ കുറിച്ച് പറയാം. വല്ലദീ, ഒരു കൂട്ടർ, ജാഅ, യാതൊരുത്തർ അവർക്ക് വന്നു. ജാഅ എന്ന് പറഞ്ഞാൽ അവൻ വന്നു. എന്തുമായിട്ട് വന്നു? ബിസ്സുദ്ഖി, സത്യവും കൊണ്ടുവന്നു. വസദ്ദഖ, നേരത്തെ പറഞ്ഞെന്താ? കദ്ദബ എന്നാണ്. ഇവിടെ എന്താ പറഞ്ഞത്? സദ്ദഖ, അവൻ സത്യപ്പെടുത്തുകയും ചെയ്തു. ബിഹി, ആ സത്യത്തെ, സിദ്ഖിനെ. ഉലൈക, അതുകൊണ്ട് സത്യവുമായി വന്ന് അതിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അതിനെ അവർ, അക്കൂട്ടർ, ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങൾ എന്നാണ്. നേരത്തെ പറഞ്ഞതാരാ? കാഫിരീങ്ങൾ എന്നാണ്. ഇവിടെ പറഞ്ഞതാരാ? മുത്തഖീങ്ങൾ എന്നാണ്. കാഫിരീങ്ങളുടെ സ്വഭാവം എന്താ? അവര് അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞു, അതായത് അള്ളാഹ്ക്ക് പുത്രനുണ്ട്, അള്ളാഹ്ക്ക് ഇണകളുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഹക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ തള്ളിക്കളയും ചെയ്തു. അവരാരാണ്? അവർ കാഫിറുകളാണ്. എന്നാൽ ഇക്കൂട്ടരാരാണ്? ഇവർ ഹക്ക് അവർക്ക് വന്നു, ആ ഹക്കിൽ അവർ വിശ്വസിച്ചു.
അതുകൊണ്ട് അവരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ അടിവരട്ട് പഠിക്കാനുണ്ട്. എന്താണ് വല്ലദീ ജാഅ ബിസ്സുദ്ഖി? ജാഅ ബിസ്സുദ്ഖി എന്നാണ് സത്യം കൊണ്ടുവരികയും എന്നാണ്. സത്യവും കൊണ്ടുവന്നു. ആര് വന്നു? നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? സത്യവും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആര് വന്നു? അതൊരു ചോദ്യമാണ് അല്ലേ? അതിന് തഫ്സീറായി ഇമാം സുദ്ദി റഹ്മഹുല്ലാ, താബിഈങ്ങളിൽ പ്രസിദ്ധനാണ്, പ്രമുഖ മുഫസ്സിറാണ്. അദ്ദേഹം പറയാണ് അന്നഹു ജിബ്രീലു അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ സത്യം കൊണ്ടുവന്നത്? ജിബ്രീലാണ്. ആരാ വന്നത്? ജിബ്രീലാണ്. ഒരു തഫ്സീർ അങ്ങനെയാണ്, ജിബ്രീൽ സത്യവും കൊണ്ടുവന്നു. രണ്ടാമത്തെ തഫ്സീർ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സത്യവും കൊണ്ടുവന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സത്യവും കൊണ്ടുവന്നത്. മഹാനായ ഇമാം ഖത്താദ മുജാഹിദ് ഇബ്നു ജബർ റഹ്മഹുല്ലാ ഒക്കെ താബിഈങ്ങളിൽപ്പെട്ട ഖുർആൻ മുഫസ്സിറുകളാണ്, പ്രമുഖ പണ്ഡിതന്മാരാണ്. അപ്പൊ മുഹമ്മദ് നബി സത്യവും കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജിബ്രീൽ സത്യവും കൊണ്ടുവന്നു. ആരാണ് കൊണ്ടുവന്നത്? ജിബ്രീലാണ്. പിന്നെ ആരാ വന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജിബ്രീൽ വന്നത് എവിടേക്കാണ്? സത്യവുമായി മുഹമ്മദ് നബിയിലേക്കാണ്. മുഹമ്മദ് നബി പോയത് എവിടേക്കാണ്? പറയും, ജനങ്ങളിലേക്കാണ്. അപ്പൊ 2 തഫ്സീർ എന്താണ്? വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. അപ്പൊ വല്ലദീ ജാഅ ബിസ്സുദ്ഖി, സത്യവും കൊണ്ടുവരികയും എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയിലേക്ക് സത്യവുമായി വന്നു. ഇനി രണ്ടാമത്തെ തഫ്സീർ അനുസരിച്ച് സത്യവും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ വേദഗ്രന്ഥമായ അള്ളാഹുവിന്റെ കിതാബായ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനുമായി ജനങ്ങളിലേക്ക് വന്നു എന്നാണ്. അപ്പൊ അതാണ് സത്യവും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ വസദ്ദഖ എന്ന് പറഞ്ഞല്ലോ, അതിന് മുമ്പ് ഒരു വാക്ക് കൂടി. എന്താണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ സത്യവും കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ, എന്താ സിദ്ഖ്? നിങ്ങൾ എവിടെ ഇപ്പൊ ശ്രദ്ധ ഉള്ളത്? ഞാൻ പറയുന്നോട് തന്നെയല്ലേ, വേറെ എവിടെയും പോരുന്നിട്ടോ. നിങ്ങൾ ആ ആയത്തിൽ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. വല്ലദീ ജാഅ ബിസ്സുദ്ഖി എന്ന് പറഞ്ഞാൽ ആരാണ്? പറയും, മക്കൾ പറയും. വലിയൊരു എന്തായാലും പറയില്ല, നിങ്ങൾ പറഞ്ഞോളി. ഒന്ന് ജിബ്രീലാണ്, രണ്ടാമത്തത് മുഹമ്മദ് നബിയാണ്. നിങ്ങൾ പഠിച്ചു തഫ്സീർ. വല്ലദീ ജാഅ ബിസ്സുദ്ഖി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി വന്നു, അല്ലെങ്കിൽ ജിബ്രീൽ വന്നു. ജിബ്രീൽ എവിടേക്ക് വന്നത്? മുഹമ്മദ് നബിയിലേക്ക്. മുഹമ്മദ് നബി എവിടേക്ക് വന്നത്? ജനങ്ങളിലേക്ക്. അതാണ് വല്ലദീ ജാഅ ബിസ്സുദ്ഖി. അപ്പൊ എന്താണ് സിദ്ഖ്? സത്യവും കൊണ്ടുവന്നു പറഞ്ഞാൽ എന്താ സത്യം? സത്യം എന്ന് പറഞ്ഞാൽ ഒരു തഫ്സീർ അൽ ഖുർആനാണ്. ജിബ്രീൽ എന്തായിട്ടാ വന്നത് മുഹമ്മദ് നബിയിലേക്ക്? ഖുർആനുമായിട്ടാണ് വന്നത്, വഹിയായിട്ടാണ് വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിലേക്ക് വന്നത് എന്തുമായിട്ടാണ്? ഖുർആനുമായിട്ടാണ്. ഒരു തഫ്സീർ അതാണ്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് പറഞ്ഞ തഫ്സീർ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടാണ്. അതുപോലെ അന്നഹുൽ ബഅസ് വൽ ജസാ, ബഅസിനെയും ജസാഇനെയും കുറിച്ച് പറഞ്ഞിട്ടാണ്, അതുമായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സിദ്ഖുമായി വന്നു. ആരിലേക്ക്? മുഹമ്മദ് നബിയിലേക്ക്. എന്താണ് ജിബ്രീൽ കൊണ്ടുവന്ന സിദ്ഖ്? അത് ഖുർആനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖുമായി വന്നു. ഈ ആരിലേക്ക്? ജനങ്ങളിലേക്ക്. എന്താണ് മുഹമ്മദ് നബി ജനങ്ങൾക്ക് നൽകിയ സിദ്ഖ്? വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്താണ്? തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെന്താണ് ഖുർആനിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം? 2/3 ഭാഗവും അത് പരലോകമാണ്. അതാണ് മുഹമ്മദ് നബി വഅൻദിർ അശീറതകൽ അഖറബീൻ, പരസ്യ പ്രബോധനത്തിന് ആഹ്വാനം കിട്ടി. സൂറത്തു ശുഅറായിൽ മുഹമ്മദ് നബി സൊഫയുടെ കുന്നിൽ കയറി. നബി എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുന്നിനപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ കളവാക്കുമോ? അവര് പറഞ്ഞു സത്യപ്പെടുത്തും. കാരണം നീ ആരാണ്? അല്ലമീനാണ്, 40 വയസ്സൂരി അല്ലമീനാണ്, എല്ലാവർക്കും ഈ കണ്ണിലുണ്ണിയാണ്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, എന്നാൽ ഞാനിതാ ഒരു വലിയ അദാബുൻ ശദീദ്, കഠിനമായ ഒരു നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളോട് താക്കീത് ചെയ്താനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരാൾ എഴുന്നേറ്റുന്നു, അബൂ ലഹബ് എന്ന് പറയുന്ന മൂത്താപ്പ അബ്ദുൽ ഉസ്സ. തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ദഅൗതനാ. മറ്റൊരു റിപ്പോർട്ടിൽ അലിഹാദാ ജമഅതനാ. അന്ന് തുടങ്ങിയതാണ്. നബി അവിടെ ആദ്യം പറഞ്ഞെന്താ? ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച തഫ്സീറാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആദ്യം നബി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച്, പരലോകത്തൊരു ശിക്ഷയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ടെന്ന് ഞാൻ നിങ്ങൾ അറിയിക്കുന്നു എന്നാണ്.
രണ്ടാമത്തെ അതിന്റെ വിശദീകരണത്തിൽ കാണാൻ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നാണ് നബി അവർ തൗഹീദും പരലോകവും. അപ്പൊ മൂന്നെണ്ണം ഇതിനകത്തുണ്ട്. തൗഹീദ് ഉണ്ട്, പരലോകമുണ്ട്, വന്നതാരാ? നബിയാണ്. റിസാലത്തുമുണ്ട്. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇത് മൂന്നായിട്ടാണ് നബി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അള്ളാഹുവിന്റെ മലക്ക് നസറുൽ അമീൻ ജിബ്രീൽ സത്യവും കൊണ്ടുവന്നു. ആരിലേക്ക്? മുഹമ്മദ് നബിയിലേക്ക്. എന്താണ് ജിബ്രീൽ കൊണ്ടുവന്നത്? ഖുർആനാണ്. ഒന്നാമത്തെ തഫ്സീർ അതാണ്. ഇനി രണ്ടാമത്തെ തഫ്സീറോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിലേക്ക് വന്നു. എന്തുകൊണ്ട്? സത്യവും കൊണ്ട്. എന്താണ് സത്യം? വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലെ ഏറ്റവും പ്രതിപാദ്യ വിഷയമായ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ 114 അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്ന തൗഹീദാണ്. 114 അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്ന പരലോകമാണ്, സ്വർഗമാണ്, നരകമാണ്. ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ലിഖാഉം തൃപ്തിയെയും കുറിച്ച്, പരലോകത്തെ കുറിച്ച് സംസാരിക്കാനാണ് സത്യവും കൊണ്ട് അവർ കടന്നു വന്നു. അപ്പൊ സിദ്ഖുമായി വന്നു. എന്താണത്? ഖുർആനാണത്. പ്രധാന പ്രതിപാദ്യ വിഷയമായ തൗഹീദാണത്, ആഖിറമാണത്. ഇനിയോ വസദ്ദഖ ബിഹി, അതിനെ അവൻ സത്യമാക്കുകയും ചെയ്തു. ഇത് നമ്മൾ പഠിക്കാണ്ട് ദേ ആശയം തഫ്സീർ എന്ന് വിചാരിക്കാം. ജിബ്രീലിനെ വെച്ചിട്ടാണ് തഫ്സീറെങ്കിൽ ജിബ്രീൽ ഖുർആനുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസദ്ദഖ ബിഹി, അതിനെ സത്യപ്പെടുത്തി. അപ്പൊ ഒന്നാമത്തെ തഫ്സീർ അതാണ്. ഇനി രണ്ടാമത്തെ തഫ്സീർ അനുസരിച്ചാണെങ്കിലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിലേക്ക് ഖുർആനുമായി വന്നു. ജനങ്ങൾ അവർക്കത് നബി ഓതി കേൾപ്പിച്ചു, അവരെ പഠിപ്പിച്ചു, അവർക്ക് തസ്കീത്ത് നൽകി. അവരെന്ത് ചെയ്തു? അത് വിശ്വസിച്ചു. പ്രത്യേകിച്ചും പ്രധാന വിഷയങ്ങളായ തൗഹീദും ആഖിറവും ഒക്കെ നബി അവർക്ക് വിവരിച്ചു കൊടുത്തു. തഫ്സീറിൽ കാണാ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനൂന മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ എല്ലാ മുഅ്മിനീങ്ങളും അത് വിശ്വസിച്ചു. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു അബൂബക്കറിൻ വ അലിയിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കറും അലിയും അടക്കമുള്ള സ്വഹാബികൾ മുഴുവനും, അതുപോലെ മുഴുവൻ ഉമ്മത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിനെ, നബി ആ ഖുർആൻ ഓതി പഠിപ്പിച്ച തൗഹീദിനെ, ആ ഖുർആനിൽ നിന്ന് നബി ഓതി പഠിപ്പിച്ച പരലോകത്തെ, പരലോക വിശ്വാസത്തെ, സ്വർഗത്തെ, നരകത്തെ, അത് മുഴുവനും അവർ സത്യപ്പെടുത്തി, അംഗീകരിച്ചു, വിശ്വസിച്ചു എന്നാണ്. അപ്പൊ വസദ്ദഖ ബിഹി എന്ന് പറഞ്ഞാൽ നബിയായാലും കുഴപ്പമില്ല, ജിബ്രീൽ മറ്റേ സ്വഹാബികളായാലും കുഴപ്പമില്ല, മുഅ്മിനീങ്ങളിൽ ആരായാലും കുഴപ്പമില്ല. ഈ രണ്ട് നിലക്കും ഇതിന് തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട്. മുഫസ്സിറുകൾ മുഴുവനും അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഒറ്റ വാക്കിൽ അത് ചുരുക്കി പറഞ്ഞാല് വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി, സത്യവും കൊണ്ടുവരികയും അതിൽ വിശ്വസിക്കുകയും ചെയ്തവരാരോ എന്ന് പറഞ്ഞാൽ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ കൊണ്ടുവരികയും ആ ഖുർആനിൽ മുഹമ്മദ് നബി വിശ്വസിക്കുകയും ചെയ്തു. രണ്ടാമത്തെ വീക്ഷണത്തിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായി ജനങ്ങളിലേക്ക് വരികയും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബത്ത്, പിന്നീട് താബീകൾ, തബുലത്തുബായികൾ, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിച്ച ഓരോ മുസ്ലിങ്ങളും അതിൽ വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അല്ലാഹു അക്ബറു കബീറ. നിങ്ങൾക്ക് ക്ലിയറായോ? അത് ആകെ അങ്ങോട്ട് മട്ടം കറങ്ങിയോ? മനസ്സിലായോ? മുന്നേ മനസ്സിലായില്ലേ? എവിടെ നമ്മളെ ഇമാമ അവിടെ പോയി ഊതണ നിസ്കരിക്കാൻ നിൽക്കണ ആള്? ഓൻ മുപ്പര് ബാക്കിലാണ്, തണുപ്പ് പറ്റാത്തോണ്ടോ? നിങ്ങൾക്ക് ക്ലിയറായോ? സംഗതി ക്ലിയറായോ? മനസ്സിലായോ? ശരി, നിങ്ങൾക്ക് മനസ്സിലാണ്ട്, അതിനാണ് ഇങ്ങനെ പറഞ്ഞു തന്നെ. നുബാനെ മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ തഫ്സീർ അനുസരിച്ച് ഒന്ന് ആരാണ്? ജിബ്രീലാണ്. രണ്ട് മുഹമ്മദ് നബിയാണ്. അല്ലെ? വന്നത് ഒന്നുമില്ലെങ്കിൽ നബിയിലേക്കാണ്, അല്ലെങ്കിൽ സ്വഹാബികളിലേക്കാണ്, ലോകത്തേക്കാണ്. അല്ലാഹു അക്ബർ. ഇതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അല്ലെങ്കിൽ ഈ ആയത്ത് ഓതിയിട്ട് അതിനകത്ത് അള്ളാഹു തആല നമുക്ക് പറഞ്ഞിരുന്നത് ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങൾ എന്നാണ്. അതായത് എന്താണോ ഹക്ക് ഖുർആനാണ്. നേരത്തെ ടീം കളവാക്കി, കൊണ്ടുവന്ന നബിനെ കളവാക്കി, കൊണ്ടുവന്ന ജിബ്രീലിനെ കളവാക്കി. ആരിൽ നിന്നാ വന്നത്? അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിനെയും കളവാക്കി. അതുവഴി അവർ നരകത്തിലാണ്. എന്നാൽ ഈ വിഭാഗം ജിബ്രീലാണ് കൊണ്ടുവന്നത്, അള്ളാഹുവിൽ നിന്ന് അവർ സത്യപ്പെടുത്തി, മുഹമ്മദ് നബി സത്യപ്പെടുത്തി. മുഹമ്മദ് നബി കൊണ്ടുവന്നു, സ്വഹാബത്ത് മുഅ്മിനീങ്ങൾ മുഴുവനും സത്യപ്പെടുത്തി. അതുകൊണ്ട് അവരാരാണ്? അവരാണ് മുത്തഖീങ്ങൾ. അല്ലാഹു അക്ബർ കബീറ. ഇത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ മുഖ്തസർ തഫ്സീർ വിവരിക്കുന്ന കാണാം. അതുകൂടി ഞാൻ പറയാം. വല്ലദീ
ജാഅ ബിസ്സദഖി ഫീ അഖ്വാലിഹി വഅഫ്ആലിഹി മിനൽ അംബിയാഇ വഗൈരിഹിം. മൂന്നാമത്തെ തഫ്സീർ അതാണ്. തന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം സത്യവുമായി വന്ന നബിമാരും മറ്റും എല്ലാ നബിമാരും അപ്പൊ അതിൽ പെട്ടു. വസദ്ദഖ ബിഹി മുഅ്മിനൻ വഅമില ബിമുഖ്തദാ. ആ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ സത്യത്തെ ശരിവെക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരും. അപ്പൊ ഏകദേശം നിങ്ങൾ ആലോചിക്കുക, അംബിയാ മുർസലീങ്ങൾ മൊത്തത്തിലും അംബിയാ മുർസലീങ്ങളെ ഉൾക്കൊണ്ടവരും ഇതിൽ മൂന്നാമത്തെ തഫ്സീറായിട്ട് വരും. അല്ലാഹു അക്ബർ. ഉലൈക ഹുമുൽ മുത്തഖൂന ഹഖ്ഖാ. അവർ തന്നെയാകുന്നു തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിയ ആളുകൾ. അല്ലദീന യംതസിലൂന അംറ റബ്ബിഹിം വയജ്തനിബൂന നഹിയഹു. അവൻ അല്ലാഹു വിലക്കിയ ഉപേക്ഷിക്കുകയും അതുപോലെ അല്ലാഹു കൽപ്പിച്ചതിനെ കൊണ്ടുവരികയും ചെയ്ത യഥാർത്ഥ മുത്തഖികൾ എന്ന് മുഖ്തസറു തഫ്സീറിൽ അതിന്റെ രചയിതാക്കൾ നമ്മോട് പറഞ്ഞുതരാൻ. അപ്പൊ നോക്കി, നിങ്ങൾ വളരെ കൃത്യമാണ്. കിതാബിനെ സത്യപ്പെടുത്തുക, സുന്നത്തിനെ സത്യപ്പെടുത്തുക, അവരാണ് മുത്തഖീങ്ങൾ. അല്ലാഹു തആല ആ മുത്തഖീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ ആൾക്കാരെ കുറിച്ച് പറഞ്ഞതറിയോ? ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. ലഹും, ഈ മുത്തഖീങ്ങൾക്കുണ്ട്, മാ യാതൊന്ന്, യശാഊന അവരുദ്ദേശിക്കുന്നത് എന്തോ അത്, ഇൻദ റബ്ബിഹിം അവർ റബ്ബിന്റെ അടുക്കൽ. അതായത് അള്ളാന്റെ ഗ്രന്ഥത്തെ കൊണ്ടുവന്ന റസൂലിനെ ഒക്കെ വിശ്വസിച്ച മുത്തഖീങ്ങൾക്ക് എന്തുണ്ട്? അവർക്ക് അവരുദ്ദേശിക്കുന്നത് അവരുടെ റബ്ബിങ്കലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഐ അൽ ജന്ന, സ്വർഗമുണ്ട് എന്നാണ്. മുത്തഖീങ്ങൾ എടുക്കാൻ പോവുക, വൽ ആഖിബത്തു ലിത്തഖ്വ, അല്ലെങ്കിൽ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് ആഖിബത്ത് പറഞ്ഞാൽ എന്തുണ്ടെന്നാണ് പറഞ്ഞോളി. മുത്തഖീങ്ങൾക്ക് എന്തുണ്ടെന്നാണ്? സ്വർഗം ഉണ്ടെന്നാണ്. മുത്തഖീങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ എണ്ണിയാല് പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു 10-18 കാര്യങ്ങൾ പറയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? സ്വർഗാണ്. രണ്ടാമത്തെ നരകമോചനാണ്. ഇവിടെ ഈ ആയത്തോട് ഉദ്ദേശിക്കുന്നത് ഇൻദ റബ്ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് പറഞ്ഞാൽ ജന്ന, സ്വർഗമുണ്ടെന്നാണ്. ദാലിക ജസാഉൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിച്ചവർക്കുള്ള പ്രതിഫലമാണത്. അതായത് ജസാഹുവിന്റെ അടിയാന്മാരായ മുഹ്സിനീങ്ങൾക്കുണ്ട് എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു. ഇമാം സഅദി ജസാഉൽ മുഹ്സിനി എന്നുള്ളതിന് പറഞ്ഞത് ഇലാ ഇബാദില്ലാ എന്നാണ്. അള്ളാന്റെ അടിയാറുകളായ ആർക്കുണ്ട്? മുഅ്മിനീങ്ങൾക്കുണ്ട്. എന്ത്? അള്ളാന്റെ അടുത്ത് സ്വർഗമുണ്ട് എന്നാണ്. ആ സ്വർഗത്തിലേക്ക് നമ്മളെയൊക്കെ അള്ളാഹു അതിനകത്ത് പ്രവേശിപ്പിക്കുമാറാകട്ടെ. അപ്പൊ സ്വർഗവും ആ സ്വർഗത്തിലെ സുഖങ്ങളുണ്ട്. സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എന്തായി? ആ സ്വർഗത്ത് കിട്ടണമൊക്കെ ഉണ്ടെന്നാണ്. സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്തായി? പറഞ്ഞോളി. ആ സ്വർഗത്ത് കിട്ടണമൊക്കെ ഉണ്ടെന്നാണ്. എന്തൊക്കെ സ്വർഗത്ത് കിട്ടാം? നിങ്ങൾക്ക് പെട്ടെന്ന് ഓടണമൊക്കെ എന്ന് പറഞ്ഞാണ്. എന്നാലും വലിയ ആൾക്കാരോടൊന്നും ഞാൻ ചോദിക്കണില്ല, നിങ്ങളോട് മാത്രമേ ചോദിക്കാം. എന്തൊക്കെ സ്വർഗത്ത് കിട്ടാം? പറഞ്ഞു വിചാരിക്കണമൊക്കെ കിട്ടും. മാഷാ അല്ലാഹ്, അത് ഏറ്റവും നല്ല ഉത്തരാണ്. അവൻ പറഞ്ഞ ആശയം എന്താ? നിങ്ങള് ആയത്താണ്. ഏതായത്തറിയോ? 50-ാം അധ്യായം സൂറത്ത് ഖാഫിന്റെ 35-ാമത്തെ ആയത്ത്. എന്ത് കിട്ടുന്നതാണ്? എന്താ? ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ആ കുട്ടി പറഞ്ഞെന്തറിയോ? നമ്മളെ താലിബായ കുഞ്ഞുമോൻ പറഞ്ഞെന്തറിയോ? അവർക്കവിടെ അവരുദ്ദേശിക്കുന്നത് എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞ അള്ളാന്റെ വാക്കാ പോകാൻ പറഞ്ഞ. ബറക്കല്ലാഹു ഫീക്. അവർക്കവിടെ അവരുദ്ദേശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? വലദൈനാ മസീദ്. അള്ളാഹ് പറയാ, നമ്മുടെ പക്കലാകട്ടെ കൂടുതലായി പലതുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തഫ്സീർ കാണാൻ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ വലദൈനാ മസീദ് എന്ന് പറഞ്ഞാൽ ലിഖാഉല്ലാഹി തആല, അള്ളാഹുവിന്റെ ലിഖാ ഉണ്ട് എന്നാണ്. അള്ളാഹിനെ കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ ലക്ഷ്യം ധരിക്കണത്, ഈ പഠിക്കണം നിങ്ങളൊക്കെ ലക്ഷ്യം ധരിക്കണത് നല്ല ഉഷാറായിട്ട് ചുറുക്കിൽ ഓതണമെന്ന അല്ല, നമ്മുടെ വലിയ ഒക്കെ ഹാഫിളീങ്ങളാകണമെന്ന അതുമല്ല. പിന്നെന്താ? എന്താണ്? ഇൽമിനൊറ്റ ലക്ഷ്യമുള്ളൂ. എന്താ പറയാ? പറഞ്ഞോളി. അമല് മാത്രം. എന്തുള്ളൂ? അമല് മാത്രമേ ഉള്ളൂ. നമ്മളീ പഠിക്കണതൊന്നും പരലോകത്ത് വരൂല. പഠിച്ചവനെ കുടുങ്ങിയ വല്ലാഹി ഞങ്ങളോട് പറട്ടെ, നിങ്ങൾ പഠിക്കണമൊന്നും പരലോകത്ത് വരൂല. ഇൽമ് പരലോകത്ത് വരൂല. എങ്ങനെയല്ലാതെ? അമലാക്കിയാലല്ലാതെ. അതുകൊണ്ട് പഠിക്കാന്ന് പറയുമ്പോ അത് എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്. പക്ഷെ പഠിച്ചതൊക്കെ അമലാക്കുക എന്ന് പറയാൻ കുറച്ച് പ്രയാസമാണ്.
അതുകൊണ്ട് എന്താണോ പഠിച്ചത് ആ പഠിച്ചത് അമലാക്കാം, എങ്കിൽ അത് പരലോകത്തുണ്ടാവും. കാരണം എന്താ, ഒരടിമയുടെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാനാവൂല എന്ന് പറഞ്ഞിട്ട് നബി പഠിപ്പിച്ചു. അവൻ പഠിച്ചതിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കും, അതനുസരിച്ച് പ്രവർത്തിച്ചോ. പഠിച്ചോന്നല്ല, പഠിച്ചതനുസരിച്ച് അമല് ചെയ്തോ. നിസ്കരിക്കാൻ പഠിച്ചു, ഭയങ്കര ആലിമ, ഓനെല്ലാറ്റിനെ കുറിച്ചും അറിയാം, പക്ഷെ നിസ്കരിക്കൂല, നോമ്പൊൽക്കൂല. ഓന്റെ ഇൽമ കൊണ്ടെന്താ ഫായിദ? ഒരു ഫായിദ ഇല്ല. എപ്പോഴും ഒരു ആലിമ് ഒരു ആബിദും കൂടിയാണ്. അതാ രസം. ഒരു ആലിം എപ്പോഴും ഒരു ആബിദാണ്, അപ്പോഴേ ശരിയാവുള്ളൂ. അള്ളാഹു നമ്മളെ അങ്ങനത്തെ ആലിമും ആബിദുമായ ഉലമായിൽ റബ്ബാനികളായ ആളുകൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ നല്ലോണം ദുആ ചെയ്യണം അള്ളാഹിനോട്. എന്തിനാ നിങ്ങൾ പഠിക്കണത്? നിങ്ങളെ വാപ്പാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ത്, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഹിഫ്ളാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഹിഫ്ളാക്കണം. അതാണോ? അതാ ലക്ഷ്യം? അല്ല. പിന്നെ നിങ്ങളെ ലക്ഷ്യം എന്താ? സ്വർഗ്ഗാണ്, അല്ലെ? ആ സ്വർഗത്തിൽ നമ്മളെ വാപ്പാക്കും കൂടി എന്തുണ്ടാവും? കറാമത്തിന്റെ കിരീടം ഉണ്ടാവും, കറാമത്തിന്റെ വസ്ത്രം ഉണ്ടാവും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടാനാണ് നിങ്ങൾക്ക് ലക്ഷ്യം. ഇപ്പോഴേ ലക്ഷ്യം ഉണ്ടാവണം. ഇപ്പോഴേ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ലക്ഷ്യം ഉണ്ടായാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മള് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സംഭാവന എന്താണ്? ഇത് മാത്രമാണ്. ഒരു സുഹൃത്തൊരുക്കെ അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിൽ പറഞ്ഞതാണ്. കുവൈത്തിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്താണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സില് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, കണ്ണ് കാണൂല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഉപ്പാന്റെ ചെറിയ മോന, അറബികൾക്കറിയാലോ, വലിയ പ്രായമായാലും അവർക്ക് ചെറിയ മക്കളുണ്ട്, അതൊരു വലിയ ബർക്കത്താണ്. മക്കളുണ്ടാവും. അങ്ങനെ പ്രായമുള്ള ഉപ്പയാണ്, എന്റെ ഉപ്പാക്ക് സ്വർഗത്തില് എന്റെ ഉപ്പാക്ക് കിരീടം കിട്ടണം, കറാമത്തിന്റെ വസ്ത്രം കിട്ടണം എന്നൊക്കെ ഈ കുട്ടി ഇടക്കിടക്ക് പറയും. അതിനു വേണ്ടി ഞാൻ വിശുദ്ധ ഖുർആൻ പഠിക്കണം. എന്തിനു വേണ്ടി? അപ്പൊ എനിക്കിത് പഠിച്ചാൽ എന്റെ ഉപ്പാക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ആ കുട്ടി കണ്ണാണില്ല, ഞാൻ ഏകദേശമൊക്കെ ജുസൊക്കെ അയക്കണം, കുറച്ചും കൂടി ഉള്ളൂ. അപ്പൊ അവൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അപ്പൊ നമ്മളെ മനസ്സിൽ അങ്ങനത്തെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാണ്. സ്വർഗത്തിലെത്തണം. ആ സ്വർഗത്തിൽ നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ഗുണകരമാകണം. അല്ലാതെ വെറുതെ നമ്മൾ കുറച്ച് ഹാഫിളുകളുണ്ട് ഇവിടെ, കുറച്ച് ആലിമ്യങ്ങളുണ്ട് ഇവിടെ, അങ്ങനെ നടക്കാനാണോ? അല്ല, ആർക്കും നിലയും വില ഉണ്ടാവില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓരോന്നും പഠിക്കണത് പോലും ലക്ഷ്യം എന്തായിരിക്കണം? ആഖിറ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അമലൊക്കെ വെറുതെ പണിയെടുക്കലാണ്. അള്ളാഹു കാക്കട്ടെ. ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുദ്ദേശിക്കുന്നത് അവരുടെ റബ്ബിങ്കൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും കിട്ടുന്നതാണ്. സ്വർഗവും സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട് അത് മുഴുവനും കിട്ടും. ആ സ്വർഗത്തിൽ ഉള്ളത് മുഴുവനും കിട്ടും. അതിൽ ഏറ്റവും രസകരമായ സംഗതി, സ്വർഗത്തിൽ ഉള്ളതിൽ ഏറ്റവും രസകരമായ ഒന്ന് നമ്മളിന്ന് ഖുത്ബയിലൊക്കെ പറഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്വർഗത്ത് കിട്ടാൻ പോണതിൽ വെച്ച് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹിന്റെ റസൂലിന്റെ സുഹബത്ത്, സഹവാസം. അപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കില്ല നിങ്ങള്, അല്ലെ? അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന ഹദീസിനെ കാണാം. ഒരാൾ താൻ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാണെന്ന്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാ? അള്ളാഹ് കഴിഞ്ഞാല് ആരാ? പറഞ്ഞോളി നിങ്ങള്. ആരാ മനസ്സ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാ? അള്ളാഹു കഴിഞ്ഞ ആരാ? ഇരിക്കട്ടെ, ആരെയാണ്? ആരവനാ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാ? പപ്പനെ അല്ല, അള്ളാഹുവിന്റെ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണ്? പറഞ്ഞ റസൂലിനെയാണ്. പിന്നെ നമ്മളെ ഉമ്മ, പിന്നെ ബാപ്പ. അങ്ങനെയാണ് ഓർഡർ, അല്ലെ? അങ്ങനെയാണ് ഓർഡർ. ഹഖുല്ലാഹ്, പിന്നെ ഹഖുർ റസൂൽ, പിന്നെ ഉമ്മയാണ് ഹക്ക്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി ഒരു ഗ്രന്ഥം ഉണ്ട് അങ്ങനെ ഹക്കുകൾ വിശദീകരിക്കാൻ. ചെറിയ റിസാല. ഒന്നാമത്തത് അള്ളാഹ്, പിന്നെ റസൂല്, പിന്നെ ഉമ്മ, പിന്നെ ബാപ്പ, പിന്നെ ഭാര്യ, അങ്ങനെ മക്കൾ. ഇങ്ങനെ ഒരു തർത്തീബിൽ അദ്ദേഹം അതിങ്ങനെ വിശദീകരിക്കാൻ നല്ല രസമാണ്. 9 or 10 ഹക്കുകൾ അതിനകത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വല്ലാഹു അഅലം. ശരിക്കട്ടെ, ഇങ്ങനെ ഇത്തരം ശൈലി വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. ആ ശൈലികളിൽപ്പെട്ട ഒരു ശൈലിയാണ് ഈ പറഞ്ഞത്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ. അതായത് അള്ളാഹുവിന്റെ അടിയാറുകളായ മുഹ്സിനീങ്ങൾക്ക് സ്വർഗത്തിൽ എന്തുണ്ടാകും? അള്ളാഹ് ഉദ്ദേശിക്കുന്നതൊക്കെ അവർക്ക് സ്വർഗത്തിലുണ്ടാവും. അള്ളാഹു തആല നമ്മുടെ സ്വർഗത്തിലാക്കുമാറാകട്ടെ. ഇനി ഒരു ആയത്ത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായത്തറിയോ? ലിയുകഫിറല്ലാഹു അൻഹും അസ്വഅല്ലദീ അമിലൂ. ലിയുകഫിറല്ലാഹ്, അള്ളാഹു മറച്ചു വെക്കുന്നതിന്, അൻഹും അവരിൽ നിന്ന്. ആരിൽ നിന്ന്? ഇതൊക്കെ ഇതൊക്കെ പോണത് എവിടുക്ക? വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ പറഞ്ഞില്ലേ? അവിടേക്ക് അതിന്റെയൊക്കെ ബന്ധട്ടോ. ആ ആയത്തിന്റെ താഴെ പറഞ്ഞ 2 ആയത്തും അതിലേക്ക് കഫിറല്ലാഹ്, അള്ളാഹു മറച്ചു വെക്കുന്നതിന്, അൻഹും അവരിൽ നിന്ന്, അസ്വഅ
മോശമായതിനെ, അല്ലദീ അമിലു അവർ പ്രവർത്തിച്ചതിലെ, അതായത് അവർ പ്രവർത്തിച്ചതിലുള്ള മോശമായതിനെ അഥവാ തിന്മയെ അവരിൽ നിന്ന് അവർക്ക് അള്ളാഹു മറച്ചു വെക്കുന്നതിന്, അങ്ങനെ പറഞ്ഞാൽ മാപ്പ് ചെയ്തു കൊടുക്കുന്നതിനാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി കൊടുത്ത് ദുനൂബുഹും അസ്സിഗാർ, ചെറിയ പാപങ്ങൾ, അത് മനുഷ്യന്റെ ചെറിയ തെറ്റുകളൊക്കെ അവർക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? മാപ്പാക്കി കൊടുക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് അൽ ഹറാനി അദ്ദേഹത്തിന് ഒരു ചെറിയ, അദ്ദേഹം മജ്മൂ ഫത്താവയിലെ മറ്റോ തോന്നുന്നുണ്ട്, എവിടെ വിശദീകരിക്കുന്നതിനിടയിൽ 10ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കണ 10ഓളം കാര്യങ്ങൾ. അതിലൊന്നെന്താ വെച്ചാല് കബായിറുകൾ, വലിയ പാപങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു എന്ത് ചെയ്യും? ചെറുപാപങ്ങളൊക്കെ പുറത്തുകൊടുക്കും. വലിയൊരു വിഷയമാണത്. എന്തൊഴിവാക്കിയാൽ? പറഞ്ഞോളൂ. വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു താല ചെറുപാപങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കും. ഇത് ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞാൽ. ഇതല്ല പറഞ്ഞറിയോ? സൂറത്തു നിസ 4-ാം അധ്യായം അതിന്റെ 31-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹ് പറയാണ്, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങളോട് നിരോധിക്കപ്പെടുന്ന വൻപാപങ്ങൾ, ശിർക്ക് മുതൽ ഒരുപാട് വൻപാപങ്ങളുണ്ട്. അത് നിങ്ങൾ നിരോധിക്കുന്ന, വർജിക്കുന്ന പക്ഷം, ഒഴിവാക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നിങ്ങളിൽ നിന്ന് നാം മായ്ച്ചു കളയും. മാന്യമായ ഒരു സ്ഥാനത്ത് നിങ്ങൾ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അതിൽ ആദ്യം പറഞ്ഞ വാക്കെന്താ? വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു താല ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തിരുന്നാണ്. അള്ളാഹു താല വൻപാപങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. എന്നിട്ട് പിന്നെ റബ്ബ് പറഞ്ഞു, വയജ്സിയഹും അവർക്ക് പ്രതിഫലം കൊടുക്കാനും, അജ്റഹും എന്താണ്? അജ്റഹും അവരുടെ പ്രതിഫലം, ഏറ്റവും നല്ലതിന്, അല്ലദീ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ, അതായത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ നല്ലതിന് അവർക്ക് അവൻ പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയതാണ്. ഇവിടെ നമ്മൾ മനസ്സിരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ അല്ലാഹ് പറഞ്ഞെന്താ? വയജ്സിയഹും അജ്റഹും ബിഅഹ്സനില്ലദീ കാനൂ യഅമലൂൻ. രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ. ഒന്ന്, അവര് പ്രവർത്തിച്ചതിലെ ചെറുപാപങ്ങൾ അവരുടെ നന്മയും തഖ്വയും കാരണത്താൽ എന്നാണ് ഇമാം സഅദി പറഞ്ഞത്. അവരുടെ നന്മയും തഖ്വയും കാരണത്താൽ അവര് പ്രവർത്തിച്ച ചെറുപാപങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്യും? മാപ്പാക്കി കൊടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തേക്ക് വരാം. ഇപ്പോ നമ്മളെപ്പോഴും തൗഹീദിന്റെ അഹലുകാരാണ്. തൗഹീദിന്റെ ഫളായിലുകൾ പഠിപ്പിക്കുന്നിടത്ത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീത്ത് ഉണ്ട്. ആ ഹദീത്തിൽ ഒന്നെന്തെന്നറിയോ? അല്ലാഹു തആല ആഖിറത്തിൽ മനുഷ്യരെ ഒരാളെ കൊണ്ടുവരും. അയാളുടെ തിന്മകളൊക്കെ തിന്മയുടെ തട്ടിൽ താഴ്ന്നിരിക്കും. അയാളാകെ ബേജാറാവും. ആ സമയത്ത് അള്ളാഹു അയാളോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും നന്മ ഉണ്ടോ? അയാൾ എങ്ങനെ ആലോചിച്ചിട്ട് അയാൾക്ക് നന്മൊന്നും ഓർത്തെടുക്കാൻ കഴിയണില്ല. ആ സമയത്ത് അള്ളാഹു താല ഒരു ബത്താഖ കൊണ്ടുവരും, ഒരു കാട്. ആ കാട് ഇപ്പുറത്തെ തട്ടിലിടും. അതോടുകൂടി ആ തട്ട് താഴുകയും നേരത്തെ തിന്മകൾ ഉണ്ടായിരുന്ന തട്ട് മുഴുവൻ മുകളിലേക്ക് പാറിപ്പോവുകയും ചെയ്യും. ആ തട്ടിലുള്ള ബിത്താഖയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്, ഏറ്റവും വലിയ നന്മ. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, അള്ളാഹു തആലയെ ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, ദുനിയാവിലായിരിക്കെ നീ ചെയ്ത പാപങ്ങൾ നിനക്ക് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ മായ്ച്ചു തന്നതുപോലെ ഇന്ന് ഞാനിതാ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നാണ്. എന്താ കാരണം? തൗഹീദ്, നന്മ, ഏറ്റവും വലിയ നന്മ. അപ്പൊ ഏറ്റവും വലിയ നന്മ കാരണത്താൽ അള്ളാഹു താല തിന്മകളെ പുറത്തു കൊടുക്കും. അതുപോലെ വൻപാപങ്ങൾ മാറ്റിവെച്ചാലും അള്ളാഹു താല മറ്റു തിന്മകൾ അള്ളാഹു താല മാപ്പാക്കും. ഇവരെ കുറിച്ച് ഇമാം സഅദി പറഞ്ഞത് അതാണ്, അവർക്ക് അവരുടെ ചെറുപാപങ്ങൾ അവരുടെ നന്മയും തഖ്വയും കാരണത്താൽ അള്ളാഹു താല എന്ത് ചെയ്യും? മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. എന്നിട്ടോ വയജ്സിയഹും, രണ്ടാമത്തെ കാര്യം അതാണ്, വയജ്സിയഹും അജ്റഹും ബിഅഹ്സനില്ലദീ കാനൂ യഅമലൂൻ അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ നല്ലതിന് അവർക്കവൻ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. ഇത് ശരിക്കും നമ്മൾ അടിവരേണ്ട ഒരു വാക്കാണ്. എത്രത്തോളം എന്ന് വെച്ചാല്, ഞാൻ ഒരു ആയത്ത് മാത്രം എനിക്ക് പറഞ്ഞത്, സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് ഞാൻ ആയത്തുകൾ കുറക്കണം. 46-ാമത്തെ അധ്യായം വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ സൂറത്തുൽ അഹ്ഖാഫിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പറയുന്ന ഒരു കാര്യം. 16-ാമത്തെ ആയത്ത് അവിടെ കാണാം, ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതജാവസു അൻ സയ്യിആതിഹിം ഫി അസ്ഹാബിൽ ജന്ന വഅദ അസ്സിദ്ഖി അല്ലദീ കാനൂ യുഅദൂൻ. അത്തരക്കാരിൽ നിന്നാകുന്നു അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും അഹ്സനായത്, ഉത്തമമായത് നാം സ്വീകരിക്കുന്ന. ഇതൊരു ശൈലിയാണ്. ഇത്തരം ശൈലികൾ വേറെ നമുക്ക് കാണാൻ പറ്റും. 4-ാം അധ്യായം സൂറത്തു നിസാ 40-ാമത്തെ ആയത്ത്, 6-ാം അധ്യായം സൂറത്ത് അൻആം 160-ാമത്തെ ആയത്ത്. അതായത് ഞാനും നിങ്ങളും പ്രവർത്തിച്ചതിലെ ഏറ്റവും നല്ലത് എന്നാണ്. അതിനെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല പ്രതിഫലം എത്ര? 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. ഞങ്ങൾക്ക് ചെറിയൊരു ഹദീത്ത് പറഞ്ഞുതരാം. ഈ ഹദീത്ത് കുറച്ച് വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാനതിന്റെ ഹദീസിന്റെ ശറഹ് മാത്രമേ ഇവിടെ പറയണുള്ളൂ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പലപ്പോഴും എത്രത്തോളം പ്രധാനമാണ് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കും. 6 തരത്തിലാണ്. എങ്ങനെ? എത്ര തരത്തിലാണ്? പറയും മക്കളെ, ഉറക്കെ പറയും. 6 തരത്തിലാണ് ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കുക. ഒരു ഹദീസിനെ വിവരിക്കുന്നിടത്ത് കാണാം, വഅന്നൽ അഅ്മാല 6 അൻവാഇ മിൻഹാ മൂജിബത്താനി. 6 തരത്തിലുള്ള കർമ്മങ്ങളിൽ മൂജിബത്താനി 2 എണ്ണം മൂജിബത്താനി നിർബന്ധമാക്കുന്ന 2 കാര്യങ്ങളാണെന്നാണ്. എന്താ ഈ മൂജിബത്താനി? ഞാൻ പറഞ്ഞുതരാം. ഫഇഹ്ദാഹുമാ തൂജിബുൽ ജന്ന വത്ഥാനിയതു തൂജിബുൻ നാർ. മൂജിബത്താനി എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്ന 2 എണ്ണത്തിൽ ഒന്ന് സ്വർഗം നിർബന്ധമാക്കുന്നവയാണ്, 2ാമത്തേത് നരകം നിർബന്ധമാക്കുന്നവയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സ്വർഗം നിർബന്ധാക്കണം എന്താ? തൗഹീദാണ്. നരകം നിർബന്ധാക്കണം എന്താ? പറഞ്ഞോളി. നേരെ അതിന്റെ ളിദ് എന്താണ്? ശിർക്ക് ബില്ലാഹ്. അല്ലേ? എന്നിട്ട് ശറഹിൽ കാണാം ഹദീസിന്റെ ഫഇഹ്ദാഹുമാ തൂജിബുൽ ജന്ന വത്ഥാനിയതു തൂജിബുൻ നാർ. അപ്പൊ ഒന്ന് സ്വർഗം നിർബന്ധാക്കുന്നത്, മറ്റൊന്ന് നരകം നിർബന്ധാക്കുന്നത്. വത്ഥാലിസു വറാബിയു. 3ാമത്തെയും 4ാമത്തെയും കർമ്മങ്ങൾ, 6 കർമ്മങ്ങളാ മനുഷ്യന്മാർ പ്രവർത്തിക്കാറില്ല. ഒന്ന് സ്വർഗം നിർബന്ധാക്കണത്, 2 നരകം നിർബന്ധാക്കണത്, 3, 4 എന്താണ്? വമിഥിലും ബിമിഥിലിൻ. മിഥിലും ബിമിഥിലിൻ, അതായത് കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം കിട്ടുന്നവയാണ്. അതായത് യുജാസ ഫഅലുഹുമാ ബിൽ മിഥിൽ മിൻ ഗൈരി തദ്ഈഫിൻ. അതായത് അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവന് അതിന് സമാനമായ പ്രതിഫലം മാത്രം കിട്ടും. ഒരു കർമ്മത്തിന് തത്തുല്യമായ പ്രതിഫലം അധികരിക്കപ്പെടുകയോ ഇരട്ടിയാക്കപ്പെടുകയോ ഉണ്ടാവില്ല. എങ്ങനെ? പ്രതിഫലം അധികാവൂല, കുറയൂല, തുല്യമായ. ഇനി അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇതിനെ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ 4 തരത്തിലാണെന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് വിശദീകരിക്കേണ്ട. അള്ളാഹു തൗഫീഖ് നമുക്കത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം ഇൻഷാ അല്ലാഹ്. അത് കുറച്ചധികം വിശദീകരിക്കേണ്ട. വന്നൗൽ ഖാമിസ്, 5ാമത്തത്. ഇപ്പൊ 2 പറഞ്ഞു, 4 പറഞ്ഞു. 1 മൂജിബാത്ത്, സ്വർഗം കിട്ടണം. 2 നരകം കിട്ടണം. 3, 4 എന്താ നമ്മൾ പറഞ്ഞത്? കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം കിട്ടണം. അതായത് അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുന്നവന് അതിന് സമാനമായ പ്രതിഫലം കിട്ടുള്ളൂ. പ്രതിഫലം അധികരിക്കപ്പെടുവോ ഇരട്ടിയാക്കപ്പെടുവോ ചെയ്യൂല. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരാള് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്തില്ല. അയാൾക്ക് എന്താ കിട്ടുക? കുറ്റകൂലിയോ? കൂലി കിട്ടും. എത്ര? 1 ഹസനത്ത്. എന്നാൽ ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, തിന്മ ചെയ്തു, അയാൾക്ക് എത്ര കിട്ടുക? ആ തിന്മക്ക് 1 പ്രതിഫലം. അതാണ് അതിന്റെ ഉദാഹരണം. ഫാഹിമുൽ കലാം മനസ്സിലായോ? ക്ലിയർ ആയോ? നിങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, അള്ളാഹു എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ കുറെ ആളുകൾക്ക് സ്വതക്ക കൊടുക്കായിരുന്നു. പൈസ ഉണ്ടോ? ഇല്ല. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ? കുട്ടികളാണ്. നിങ്ങൾ ആ നീയത്തിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 പ്രതിഫലം കിട്ടും. അല്ലേ? എന്നാൽ നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, ഇവിടെ നിന്ന് പോയിട്ട് വേണം ഉമ്മച്ചിന്റെ ഫോണ് പതുക്കെ അടിച്ചു മാറ്റിയിട്ട് കുറച്ച് സിനിമയൊക്കെ കാണണം. നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾ കാണുകയും ചെയ്തു. അള്ളാഹു തആല കാക്കട്ടെ. അല്ലാഹു മുസ്തആൻ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? അതിന് തത്തുല്യമായ 1 തിന്മ കിട്ടും. അതാണ് അന്നൗഉത്താനി വൽ 3, 4 കാര്യങ്ങൾ, തത്തുല്യമായ പ്രതിഫലം. വന്നൗൽ ഖാമിസ്, 5ാമത്തത്. 6 തരം കർമ്മങ്ങളിൽ 5ാമത്തത് അന്നൽ ഹസനത്തൽ വാഹിദത ഫീഹി തുളാഅഫു ഇലാ 10 അംസാലിഹാ. 5ാമത്തെ എന്താ വെച്ചാല്
സൽക്കർമ്മത്തിന് 10 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മങ്ങളാണ്. ഒരു സൽക്കർമ്മത്തിന് 10 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമാണ്. തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ചാൽ ഇൻഷാ അല്ലാഹ്. വന്നൗസാദിസ് 6 തരത്തിലുള്ള കർമ്മങ്ങളിൽ 6-മത്തേത് അന്നൽ ഹസനത ഫീഹി തുളാഅഫു ഇലാ 700 ളിഅഫിൻ. ഒരു സൽക്കർമ്മത്തിന് 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മങ്ങളാണ്. മനസ്സിലായപ്പോ എന്തെല്ലാം അത്ഭുതമാണ്. ഹദീത്താണ്, നബി പഠിപ്പിക്കുന്ന ഹദീത്താണ്. ഇനി ഈ മൂജിബത്താനി മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഓരോന്നും നമ്മൾ പറഞ്ഞല്ലോ, 6 കാര്യം പറഞ്ഞല്ലോ. അതിൽ 1-മത്തെ കാര്യം മൂജിബത്താനി എന്താണ്? സുമ്മ ബയ്യന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാനിയൻ അൻവാഅൽ അഅമാൽ. പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർമ്മങ്ങളുടെ ഇനങ്ങൾ വിശദീകരിച്ചു. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വൽ മൂജിബത്താനി. മൂജിബത്താനി എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്ന 2 കാര്യങ്ങൾ, ഒന്നിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. പ്രധാനപ്പെട്ട സ്വർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഔ ഖാല മുഅ്മിനൻ ബില്ലാഹ് ദഖലൽ ജന്ന. സാധാരണ സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ച വിശ്വാസിയാണ്. എങ്ങനെ? ആമൻതു ബില്ലാഹ്. നബിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഒരാളോട് ചോദിക്കേണ്ടതില്ലാത്ത ഇതൊരു കാര്യം പറഞ്ഞു തരണം. അപ്പൊ നബി പറഞ്ഞു ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും എന്ത് ചെയ്യും? സ്വർഗത്ത് പ്രവേശിക്കും. ഒരിക്കലും അവൻ എന്ത് ചെയ്യും? നരകത്തുണ്ടാവില്ല. കാലാകാലം നരകത്ത് പോവില്ല. അയാൾ ചെയ്ത തെറ്റിന് ഒരു പക്ഷെ നരകത്ത് പോയാൽ പോലും പിന്നെന്ത് ചെയ്യും? ആള് സ്വർഗത്ത് കയറും. അതാണ് സ്വർഗം നിർബന്ധമാക്കുന്നത്. അല്ലാഹു തആല തൗഹീദ് നമ്മൾ ഉറപ്പിച്ചു മാറട്ടെ. ഫത്തൗഹീദു സബബുൻ യൂജിബു ലിസാഹിബിൽ ജന്ന. അതാണ്. അപ്പോൾ തൗഹീദ് അതിനെ ഉൾക്കൊണ്ട വ്യക്തിക്ക് സ്വർഗം നിർബന്ധമാക്കുന്ന ഒരു കാരണമാകുന്നു എന്നാണ്. ഇനി 2-മത്തെ മൂജിബത്താനി 1, 2, 6 കാര്യം പറഞ്ഞല്ലോ. അതിൽ 2-മത്തത് വമൻ മാത വഹുവ യുശ്രികു ബില്ലാഹി ദഖലൻ നാർ. ഒരാൾ അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. ഫശ്ശിർകു, അപ്പോൾ ശിർക്ക് യൂജിബു ലിസാഹിബിഹി അന്നാർ. ശിർക്ക് എന്നത് അതിന്റെ അഹലുകാർക്ക് നരകത്തെ നിർബന്ധമാക്കുന്ന കാര്യമാണ്. അതാണ് കമാ ഖാല തആല ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. സൂറത്തുൽ മാഇദ 5-ാമത്തെ 72-ാമത്തെ ആയത്ത്. തയ്യബ്. ഇനിയോ വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹാ. 3-ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. 3ഉം 4ഉം എന്താണ്? അതായത് വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹാ. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അതിനെ ചെയ്യുകയും ചെയ്തു. ഐ ഫമൻ നവാ ഹസനതൻ വഅറാദ അൻ യഫ്അലഹാ സുമ്മ അമിലഹാ ളാഅഫഹു അല്ലാഹു ഇലാ 10 ഹസനാത്തിൻ. അതായത് ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അതിന് ചെയ്യുകയും ചെയ്തു എങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് 10 ഇരട്ടി വരെ പുണ്യം നൽകുന്നതാണ്. അതിന്റെ മുമ്പുള്ള എന്താണ്? ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ അയാളുടെ കയ്യിൽ എന്തില്ല? അയാളുടെ കഴിവില്ല. അപ്പോൾ അയാൾക്ക് എത്ര കിട്ടുക? 1 പ്രതിഫലം കിട്ടുക. എന്നാ ചെയ്താലോ? അപ്പൊ നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചു, നിങ്ങളെ കയ്യിൽ അള്ളാഹു താല എവിടുന്ന് ഒരു 10 റുപ്യ തന്നോ, ഒരു 100 റുപ്യ കിട്ടിയെന്നായിരിക്കാം. നിങ്ങൾക്ക് ഒരാൾ തന്നാണ് അല്ലെ, നീ എന്തേലും ചെലവാക്കിക്കുന്നുണ്ട്, നിങ്ങളത് എന്ത് ചെയ്തു? ആരും അറിയാതെ മറ്റൊരാക്കാൻ കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ഇൻഷാ അല്ലാഹ് അങ്ങനെ കൊടുത്തൂടെ? ക്ലിയർ ആയില്ല? ആയോ? ഇൻഷാ അല്ലാഹ് ബാക്കി ബാങ്ക് കൊടുത്തതിന് ശേഷം ക്ലിയർ ആക്കാം. صليت على إبراهيم صلي كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. എന്താ പറയാ? رضيت بالله ربا وبالإسلام دينا وبمحمد رسولا. പിന്നെ പറഞ്ഞോ اللهم رب هذه الدعوة التامة والصلاة القائمة أتي محمدا الوسيلة والفضيلة وبعثه مقام محمودا الذي وعدته. الله قبول ചെയ്യുമാറാകട്ടെ. നമ്മൾ ഈ പഠിച്ചൊക്കെ എന്ത് ചെയ്യണം അറിയാം? ഇങ്ങനത്തെ പ്രാർത്ഥനയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലണം. അത് പൂർവികരൊക്കെ ഹദീസുകളൊക്കെ ഹിഫ്ലാക്കിയിരുന്ന എങ്ങനെ അറിയാം? അത് അമൽ ചെയ്തിട്ടാണ്. ഇപ്പൊ നിസ്കാരത്തിൽ എന്തൊക്കെ പറയണ്ടോ അതൊക്കെ ഇങ്ങനെ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഓരോന്നും അവരെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും. എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സ്വീകാര്യത ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വമൻ ഹമ്മ ബിഹസനത്തിൻ ഫഅമിലഹാ. ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിന് ചെയ്തു, അപ്പൊ അയാൾക്ക് എത്ര കൂലി കിട്ടും? 10 പ്രതിഫലം കിട്ടും. എന്നാൽ വമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ എന്ന് പറഞ്ഞാലോ ലിഹാ വലം യഫ്അൽഹാ. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്യാത്തവെന്ന് പറഞ്ഞാൽ
അവനെ ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തു, പക്ഷെ എന്ത് ചെയ്യില്ല, ചെയ്യുന്നില്ല. فعلم الله أنه قد أشعرها قلبه وحرص عليها لكنه لم يعملها لمانع أو لغير مانع كتبها الله عنده حسنة كاملة. പക്ഷേ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് അവന്റെ ഹൃദയം അത് അനുഭവിച്ചു എന്നും അവനതിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നും അള്ളാഹ്ക്കറിയാം. ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും തടസ്സം മൂലമോ തടസ്സമില്ലാത്തതിനാലോ അവനെ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു അതൊരു പൂർണ്ണമായ സൽക്കർമ്മമായി രേഖപ്പെടുത്തുന്നതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്താവും, ഒരു സൽക്കർമ്മമായി സ്വീകരിക്കും. എന്നാൽ ചെയ്താലോ 10 ഇരട്ടി കിട്ടാം. ഇനിയോ വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ച ഒരാൾ എന്നിട്ട് അത് ചെയ്യാതിരുന്നാൽ കുത്തിബത്ത് ലഹു ഹസന, അതൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തുന്നതാണ്. അപ്പൊ നമ്മള് ചാൻസ് കിട്ടിയ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലോ അതൊരു ഹസനത്തായിട്ട് രേഖപ്പെടുത്തുന്ന, അതാണ് ഈ 1 കിട്ടുന്നത്. ഇനി അതവൻ ചെയ്താലും ഒരു ദുഷ്പ്രവൃത്തിയായിട്ടാണ് എന്ത് ചെയ്യുക, അത് രേഖപ്പെടുത്താം. എന്നാൽ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലുള്ളത് പോലെ തന്നെ വർധനവോ ഇരട്ടിപ്പിക്കലോ എവിടെ ഉണ്ടാവില്ല, തിന്മയിലുണ്ടാവില്ല. ഒരുത്തൻ കള്ളുടിച്ചതിന്റെ മാത്രം പ്രതിഫലം, വ്യഭിചരിച്ചാൽ അതിന്റെ മാത്രം പ്രതിഫലം. എന്നാൽ അതേസമയം ഒരാൾ നിസ്കരിച്ചാൽ 10 ഇരട്ടി മുതൽ അല്ലെ അങ്ങോട്ട്, നോമ്പ് വെച്ചാൽ 700 ഇരട്ടി വരെയാണ്, സോഖ നിർവഹിച്ചാൽ 700 ഇരട്ടി വരെ, ഇൻഷാല്ലാഹ് താഴെ വരേണ്ട. ഇത് അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന ഔദാര്യത്തിൽപ്പെട്ടതാണ്. ഇനി ഒരു സൽക്കർമ്മത്തിന് 700 ഇരട്ടി പ്രതിഫലം കിട്ടുകയാണ്. സുമ്മ أخبر النبي صلى الله عليه وسلم أن من بذل وأخرج من ماله في طريق من طرق الخير التي أمر بها الله قاصدا بها وجه الله عز وجل ف700 ضعف. പിന്നെ റസൂൽ നമ്മൾ അറിയിച്ചു എന്ത്, അള്ളാഹു കൽപ്പിച്ച ഏതെങ്കിലും നന്മയുടെ മാർഗത്തിൽ ഒന്നില്ലെങ്കിൽ സക്കാത്ത്, അല്ലെങ്കിൽ സദഖ, അല്ലെങ്കിൽ നിർബന്ധമായ ചെലവഴിക്കൽ. ആർക്ക്? മാതാപിതാക്കൾക്ക്, ഭാര്യക്ക്, മക്കൾക്ക്, തങ്ങളുടെ അധീനതയിലുള്ളവർക്ക്. അതാണ് നിർബന്ധമായ ചെലവഴിക്കൽ. ഇതാരെങ്കിലും തന്റെ സമ്പത്തിൽ നൽകിയാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹുദ്ദേശിച്ച് ചെയ്താൽ, ഉദാഹരണത്തിന് വൈകുന്നേരത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പാത്രത്തിൽ ഒരു കീസിൽ മുഴുവൻ പച്ചക്കറി, മറ്റൊരു കീസിൽ പലചരക്ക് സാധനം നമ്മൾ വാങ്ങി നേരെ വീട്ടിൽ പോവാണ്. എന്താ നമ്മുടെ ഉദ്ദേശം? വജ്ഹുല്ലാഹ്, അള്ളാന്റെ വജ്ഹാണ്. കൊണ്ടോണ പോരേക്കാണ്, നമുക്ക് തിന്നാനാണ്. നമ്മളെ പെണ്ണുങ്ങൾക്ക് കുട്ടിയാക്കും ഉമ്മാക്കും പാപ്പാക്കുള്ളതാണ്. പക്ഷെ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചാൽ 700 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. സത്യം പറഞ്ഞ നമുക്കൊക്കെ പല പ്രതിഫലവും നഷ്ടപ്പെടുന്നത് നമ്മളെ നീയത്തിന്റെ അഭാവത്തിലാണ്. എന്തിന്റെ അഭാവത്തിൽ? നീയത്തിന്റെ അഭാവത്തിലാണ്. അതായത് ഈ കണക്കനുസരിച്ച് അവന് പ്രതിഫലം ഇരട്ടിയാക്കപ്പെടും, 700 ഇരട്ടിയോളം ഉണ്ടാവുന്നതാണ്. വഖീല ഹാദാ സവാബു ദാലികൽ ഫിഅൽ വല്ലാഹു യുളാഇഫു ലിമൻ യശാഉ അക്തറ മിൻ ദാലിക്. ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. എന്ത്? അത് ഈ 700 ഇരട്ടിയോളം ആ പ്രവർത്തിക്കുള്ള പ്രതിഫലമാണ് എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ കാണാം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതാണ് ഇമാം സഅദി പറഞ്ഞത് അദ്ആഫൻ മുളാഅഫതൻ കതീറ എന്നാണ്. 700 അല്ല, അതിനപ്പുറത്തേക്ക്. അല്ലാഹു അഅലം. ഇതൊക്കെ നമുക്ക് അമൽ ചെയ്യാൻ വലിയ വലിയൊരു എന്താ പറയാ സംതൃപ്തി ഉണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അതിന്റെ ശറഹിൽ ഇത്ര കൂടി ഉണ്ട്, 2 വരിയും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. വഫിൽ ഹദീഥി, ഈ 6 തരം സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഈ ഹദീഥിലുണ്ട് ബയാനു സഅത്തിൻ ഫദ്ലില്ലാഹി അലാ ഹാദിഹിൽ ഉമ്മ ഇദ് ലൗലാ ദാലിക കാദ ല യദ്ഖുലു അഹദുൻ അൽ ജന്ന. ഈ ജനതയുടെ മേൽ, ഉമ്മത്ത് മുസ്ലിമയുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വ്യാപ്തി ഈ ഹദീത്ത് വിശദീകരിക്കുന്നു. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുമായിരുന്നില്ല. ലിഅന്ന അമലൽ ഇബാദി ലിസ്സയ്യാത്തി അക്തറു മിൻ അമലിഹിം ലിൽഹസനാത്ത്. ഇതാണ് കറക്റ്റ്. കാരണം അടിമകളുടെ, എന്റെയും നിങ്ങളുടെ ഈ തിന്മകൾ അവരുടെ സൽപ്രവർത്തികളെക്കാൾ കൂടുതലാണ്. കറക്റ്റല്ലേ? നമ്മുടെ തിന്മകളാണ് നമ്മുടെ സൽക്കർമ്മത്തെക്കാൾ കൂടുതൽ. അതാണ് ഇവിടെ റബ്ബ് പറഞ്ഞത് വയജ്സിയഹും അജ്റഹും ബിഅഹ്സനില്ലദീ കാനൂ യഅമലൂൻ. അവർക്ക്
അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നില്ല നല്ലതിന് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി. അതായത് ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലി എന്ന് അല്ലാഹു തആല സൂറത്ത് ഫാത്തിറിന്റെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാനും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കൂടുതലായി നൽകാനും വേണ്ടി. ശരിക്കും നമ്മൾ ചെയ്യണതൊക്കെ കുറച്ചേ ഉള്ളൂ, ചെയ്യണത് കൂടുതൽ എന്താ തിന്മയാണ്. പക്ഷെ നമ്മളെ ചെയ്ത് തന്നെ അല്ലാഹു തആല 6 തരത്തിലാണ് സ്വീകരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഓരോന്നും തെരഞ്ഞെടുത്ത് എത്രത്തോളം അള്ളാഹ്ക്ക് തൃപ്തിയുള്ള, അള്ളാഹിന്റെ അടുത്ത് കൂടുതൽ സ്ഥാനം കിട്ടാൻ കാരണമാകുന്ന സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യണം, മുൻഗണന കൊടുക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഓതിയിട്ടൊന്നും അവസാനിപ്പിക്കാം അല്ലെ? നമ്മളിപ്പോ എത്രാമത്തെ സൂറത്താ ഓതുന്നത് പറഞ്ഞോളി. എത്രാമത്തെ സൂറത്താ നിങ്ങളുടെ മുസാഫിലൊക്കെ? എത്രാമത്തെ സൂറത്താ? അല്ല, എന്താ ഇവിടെ ഒന്നും അല്ലേ? നമ്മൾ ഏത് സൂറത്താ ഓതണത്? സുമറ. മാഷാ അല്ലാഹ്. അതിന്റെ 32-ാമത്തെ ആയത്ത് കേട്ടോ. ഓതുന്ന ഒന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين. والذي جاء بالصدق وصدق به أولئك هم المتقون. لهم ما يشاءون عند ربهم ذلك جزاء المحسنين. ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. ويجزيهم أجرهم بأحسن الذي كانوا يعملون. ما شاء الله. بارك الله فيكم جميعا. الله تعالى قبول سيومرات. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.